ദൂരം ഒരു ബന്ധവും നശിപ്പിക്കുന്നില്ല. കാലം ഒരു ബന്ധവും ഉണ്ടാക്കുന്നുമില്ല. വികാരങ്ങൾ ഹൃദയത്തിൽ നിന്നുള്ളതാണെങ്കിൽ ബന്ധങ്ങൾ എപ്പോഴും വജ്രം പോലെ തിളങ്ങും. ജയിക്കുന്നവർ തോൽവിയെ ഭയപ്പെടുന്നില്ല. എന്നാൽ പരാജിതർ പരാജയം അനിവാര്യമാണെന്ന കാര്യം മറന്നുപോകുന്നു. നിങ്ങൾ തോൽവിയിൽ നിന്നും ഒളിച്ചോടാൻ തീരുമാനിച്ചാൽ വിജയം നിങ്ങളിൽ നിന്നും അകന്നുപോകും. ഒരു പ്രബലമായ സൗഹൃദത്തിന് ദൈനംദിന സംഭാഷണത്തിൻ്റെ ആവശ്യമില്ല. എപ്പോഴും ഒരുമിച്ചുണ്ടാകണം എന്നില്ല. നമ്മുടെ മനസ്സിൽ അവർ ഉണ്ടായിരിക്കുന്നിടത്തോളം യഥാർത്ഥ സുഹൃത്ത് ഒരിക്കലും പിരിയുകയില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്തുടരുന്നതിൽ നിങ്ങൾ ശരിക്കും ശ്രദ്ധാലുവാണെങ്കിൽ അവ യാഥാർത്ഥ്യമാകും. തടസ്സങ്ങൾക്ക് മുന്നിൽ തളരരുത്. ഏറ്റവും ലളിതമായ മതത്തിൻ്റെ രീതി എന്നാൽ ക്ഷേത്രങ്ങളുടെ ആവശ്യമില്ല. സങ്കീർണമായ തത്വചിന്തയുടെ ആവശ്യമില്ല. നമ്മുടെ സ്വന്തം ബുദ്ധിയും നമ്മുടെ ഹൃദയവും ആണ് നമ്മുടെ ക്ഷേത്രം. ദയയാണ് തത്വശാസ്ത്രം. ദൈവം നമുക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ അംഗീകരിക്കാനും മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളെ ധൈര്യമായി മാറ്റുവാനും അതുപോലെ തന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുവാനുമുള്ള ബുദ്ധി തന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയായി ഉപയോഗിക്കാനുമുള്ള വിവേകം നമ്മൾ കാണിച്ചാൽ മതി. 100 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എന്തായിരുന്നു എന്നത് നിങ്ങൾ താമസിച്ചിരുന്ന വീടോ നിങ്ങളോട് ഒന്നും പ്രശ്നമല്ല. പക്ഷേ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ലോകം നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും. വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ കഥയുണ്ട്. ആ കഥയുടെ ബാക്കി മാത്രമാണ് നമ്മൾ നിങ്ങളുടെ സന്തോഷം ഒരിക്കലും മറ്റുള്ളവരിൽ അന്വേഷിക്കരുത്. അത് നിങ്ങളെ ഏകാന്തമാക്കും. അത് നിങ്ങളിൽ തന്നെ അന്വേഷിക്കുക. നിങ്ങൾ തനിച്ചായിരിക്കുമ്പോഴും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും. പിടിവാശി കൊണ്ടോ അഹംഭാവം കൊണ്ടോ ജീവിതത്തിൽ നമുക്ക് ഒന്നും നേടാനാവില്ല. പക്ഷേ വിട്ടുവീഴ്ച കൊണ്ട് പലതും നേടാനാവും. തെറ്റ് പറ്റിയെന്ന് തോന്നിയാൽ ക്ഷമ ചോദിക്കുക. അതിൽ അഭിമാനം നഷ്ടപ്പെടില്ല. പകരം നല്ലൊരു വ്യക്തിത്വം രൂപപ്പെടുന്നു. നിങ്ങളെ ഭയപ്പെടുത്തുന്നതും ദുഃഖിപ്പിക്കുന്നതുമായ കാര്യങ്ങളെ പൂർണ്ണമായും അവഗണിക്കുക. നിങ്ങളെ രോഗത്തിലേക്കും മരണത്തിലേക്കും തിരിച്ചുവിടുന്നത് ഇവയാണ്. എല്ലായ്പ്പോഴും എല്ലാ തെറ്റുകളും നിങ്ങളുടേത് മാത്രമാണെന്ന് തോന്നിപ്പിക്കുകയും തങ്ങൾ ചെയ്ത തെറ്റ് ഒരിക്കലും അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നിന്നും എപ്പോഴും അകലം പാലിക്കുക. നിങ്ങൾ പ്രശ്നങ്ങൾ നേരിടുന്ന അതേ പരിസ്ഥിതിയിൽ നിങ്ങൾക്ക് അവ പരിഹരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോടൊപ്പം കൊണ്ടു നടക്കരുത്. പകരം അവയെ നിങ്ങളുടെ കാൽക്കീഴിൽ വെക്കുക. അത് നിങ്ങളുടെ ചവിട്ടുപടികളായി ഉപയോഗിക്കുക. വേദനയേക്കാൾ ആളുകൾ മരണത്തെ ഭയപ്പെടുന്നു. അവർ മരണത്തെ ഭയപ്പെടുന്നു എന്നത് വിചിത്രമാണ്. മരണത്തേക്കാൾ ജീവിതം വേദനിപ്പിക്കുന്നു. മരണസമയത്ത് എല്ലാ വേദനകളും എന്നേക്കുമായി തീരുന്നു. നിങ്ങൾ വസ്ത്രം ധരിക്കുന്ന രീതി നിങ്ങളുടെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നല്ല വസ്ത്രധാരണം സുസ്ഥിരമായ സന്തോഷത്തിനും മെച്ചപ്പെട്ട ജീവിതത്തിനും സഹായിക്കുന്നു. വിഷാദ രോഗസാധ്യതയെ കുറയ്ക്കുന്നു. നമുക്ക് ഒരു ഉറച്ച ലക്ഷ്യം ഉണ്ടെങ്കിൽ, ആ ലക്ഷ്യം നേടണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, ആത്മവിശ്വാസവും സ്വയം സമർപ്പണവും ഉണ്ടെങ്കിൽ വിജയം നമ്മുടെ കൈക്കുള്ളിൽ ആയിരിക്കും. ഒന്നിനും തിരക്ക് കൂട്ടരുത്. ശരിയായ സമയം ആകുമ്പോൾ അത് സംഭവിക്കും. മറ്റാരും നിങ്ങളുടെ നിലനിൽപ്പ് ആഗ്രഹിക്കാത്തതിനാൽ നിങ്ങൾക്കായി നിങ്ങൾ തന്നെ നിലകൊള്ളുക. വേറൊരാളെയും പ്രതീക്ഷിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരിടത്തും നിന്ന് കാര്യങ്ങൾ എങ്ങനെ മാറി, നിങ്ങൾ എവിടെ അവസാനിച്ചുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാലിയായ പോക്കറ്റിന് ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയും. നിറഞ്ഞ പോക്കറ്റിന് നിങ്ങളെ ഒരുപാട് വഴികളിൽ നശിപ്പിക്കാൻ കഴിയും. ജാഗ്രതയോടെ പണം ഉപയോഗിക്കുക. കള്ളം പറഞ്ഞത് ഒരു തവണ തിരിച്ചറിഞ്ഞാൽ ആദ്യം പറഞ്ഞ സത്യങ്ങളൊക്കെയും കള്ളങ്ങളാണെന്ന് ഒരു നിമിഷം വിശ്വസിച്ചു പോകും. അതാണ് മനസ്സ്. നിങ്ങൾക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇപ്പോൾ സമയമില്ല. ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക. എല്ലാ കാര്യങ്ങളും നീട്ടിവെക്കുന്നത് ഭീരുക്കളുടെ ലക്ഷണമാണ്. ഒരു വ്യക്തി എത്ര മിടുക്കനാകുന്നുവോ അത്രയും വേഗത്തിൽ അവൻ ചിന്തിക്കുന്നു. പക്ഷേ അവൻ എഴുതുന്നത് മന്ദഗതിയിലായിരിക്കും. ഒന്നിനും തിരക്ക് കൂട്ടരുത്. ശരിയായ സമയമാകുമ്പോൾ അത് സംഭവിക്കും. ഒരു സ്ത്രീ നിങ്ങളുമായി എപ്പോഴും വഴക്കിടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൾ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ്.
മറ്റൊരാൾക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കാനോ അസന്തുഷ്ടനാക്കാനോ കഴിയുമെന്ന് ചിന്തിക്കുന്നത് പരിഹാസ്യമാണ്. നിങ്ങൾ മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി ഒരു ജീവിതം നയിക്കാൻ കഴിയില്ല. ചില മനുഷ്യന്മാരുണ്ട്, അവർ വന്നതിന് ശേഷമേ നമ്മളറിയൂ. അവർക്ക് മാത്രമായി പൂരിപ്പിക്കാവുന്ന ഒരു ശൂന്യത ഇത്രയും കാലം നമ്മുടെ ഉള്ളിൽ ബാക്കിയുണ്ടായിരുന്നു എന്ന്. നിങ്ങൾ മറ്റൊരാളുടെ പ്രേരണയാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും ചെയ്യരുത്. ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം. വിമർശനം ഒഴിവാക്കാനുള്ള 3 എളുപ്പവഴികൾ. ഒന്നും ചെയ്യരുത്, ഒന്നും പറയരുത്, ഒന്നും ആകരുത്. ഒരാളെയും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തരം താഴ്ത്തി സംസാരിക്കരുത്. ചിലപ്പോൾ ആ മുറിവ് ഉണക്കാനോ ഒരു ക്ഷമ പറയാനോ പോലും ജീവിതത്തിൽ പിന്നീട് അവസരം ലഭിച്ചില്ല എന്ന് വരാം. ഒരു യഥാർത്ഥ യോദ്ധാവ് യുദ്ധം ചെയ്യുന്നത് തൻ്റെ മുന്നിൽ എത്തുന്നതിനെ വെറുക്കുന്നത് കൊണ്ടല്ല, മറിച്ച് തൻ്റെ പിന്നിലുള്ള സ്നേഹിക്കുന്നതിനാലാണ്. ജീവിതം എളുപ്പമുള്ളതാക്കുക എന്നത് ആകരുത് നമ്മുടെ ലക്ഷ്യം. ജീവിതത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നതാകണം. ചിലപ്പോൾ സന്തോഷം, ചിലപ്പോൾ ദുഃഖം. എന്നാൽ ഓരോ ഉയർച്ച താഴ്ചയിലും നിങ്ങളെ ശക്തരാക്കുന്ന പാഠങ്ങൾ നിങ്ങൾ പഠിക്കുന്നു. ഇന്നലെ ഒരാൾ മിടുക്കൻ ആയിരുന്നു, അതിനാൽ ലോകത്തെ മാറ്റാൻ അയാൾ ആഗ്രഹിച്ചു. ഇന്ന് അയാൾ ജ്ഞാനിയാണ്, അതിനാൽ അദ്ദേഹം സ്വയം മാറ്റുകയാണ്. പരിശീലനത്തിൻ്റെ ഓരോ നിമിഷവും നമ്മൾ വെറുക്കുന്നു. പക്ഷേ അപ്പോൾ നമ്മൾ ഓർക്കണം, വേണ്ട, ഇപ്പോൾ കഷ്ടപ്പെടാം, എന്നിട്ട് ജീവിതകാലം മുഴുവൻ ഒരു ചാമ്പ്യനായി ജീവിക്കാം. ഒന്നിനെയും അധികമായി സ്നേഹിക്കരുത്, നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. ഒന്നിനെക്കുറിച്ചും അധികമായി ആലോചിക്കരുത്, നിങ്ങളുടെ സമാധാനം കെടുത്തും. ഒന്നിനു വേണ്ടിയും യാചിക്കരുത്, നിങ്ങൾ അപമാനിക്കപ്പെട്ടേക്കാം. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കുക. നിങ്ങൾ പുതിയ എന്തെങ്കിലും ശ്രമിക്കുമ്പോൾ അസ്വസ്ഥതയും അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വളരാൻ കഴിയൂ. നമുക്ക് മാത്രമല്ല, നമ്മൾക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള സത്യം ഉൾക്കൊള്ളുക. കൊടുങ്കാറ്റിൻ്റെ നടുവിലും നല്ലതേ വരൂ എന്ന് ചിന്തിക്കുക. മനസ്സിനെ എപ്പോഴും ശാന്തമാക്കി വെക്കുക. ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തിനായി നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റാരുടെയും പ്രചോദനം ആവശ്യമില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ തന്നെ പ്രചോദനമായി മാറും. മനോഹരമായ ഒരു ഹൃദയം 1000 മനോഹരമായ മുഖങ്ങളേക്കാൾ മികച്ചതാണ്. അതിനാൽ മുഖങ്ങളേക്കാൾ മനോഹരമായ ഹൃദയമുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക. ചിരിയുടെ പിന്നിലെ ദുഃഖവും മിഴിയുടെ പിന്നിലെ കണ്ണുനീരും ദേഷ്യത്തിനു പിന്നിലെ സ്നേഹവും അറിയുന്നതാണ് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ്. വേദനയേക്കാൾ ആളുകൾ മരണത്തെ ഭയപ്പെടുന്നു. അവർ മരണത്തെ ഭയപ്പെടുന്നു എന്നത് വിചിത്രമാണ്. മരണത്തേക്കാൾ ജീവിതം വേദനിപ്പിക്കുന്നു. മരണസമയത്ത് എല്ലാ വേദനകളും എന്നെന്നേക്കുമായി തീരുന്നു. മറ്റുള്ളവരെ ചൂടുപിടിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും സ്വയം കത്തിത്തീരരുത്. അവനവനെ നശിപ്പിച്ചുകൊണ്ടാകരുത് ഒരു സൗഹൃദവും ഒരു പ്രതികാരവും. വിജയിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരോട് പുച്ഛം തോന്നും. അത് മാറാൻ ഒന്ന് കാലിടറിയാൽ മതി. ഒരു പെണ്ണ് ഒരു ആണിനു വേണ്ടി കരഞ്ഞാൽ അതിനർത്ഥം അവൾ അവനെ ശരിക്കും സ്നേഹിച്ചിരുന്നു എന്നാണ്. എന്നാൽ ഒരു ആൺ ഒരു പെണ്ണിനു വേണ്ടി കരഞ്ഞാൽ അതിനർത്ഥം പെൺകുട്ടിയെ അവൻ സ്നേഹിച്ചതുപോലെ വേറെ ആർക്കും ഒരിക്കലും സ്നേഹിക്കാൻ ആവില്ല എന്നാണ്. വിജയിച്ച വ്യക്തിയും ഒരു പരാജിതനും തമ്മിലുള്ള ഏക വ്യത്യാസം ഒരാൾക്ക് മികച്ച കഴിവുകളും ആശയങ്ങളും ഉള്ളതും മറ്റേയാൾക്ക് അത് ഇല്ലാത്തതും അല്ല. മറിച്ച് വിജയിച്ച വ്യക്തിക്ക് തൻ്റെ ആശയങ്ങളെ വെല്ലുവിളിക്കാനും കൃത്യമായി കണക്കുകൂട്ടി റിസ്ക് എടുക്കാനും പ്രവർത്തിക്കാനും തയ്യാറാകുന്നു എന്നുള്ളതാണ്. സന്തോഷം എന്നത് പ്രശ്നങ്ങളുടെ അഭാവമല്ല, അവ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ്. നിങ്ങൾക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇപ്പോൾ സമയമില്ല. ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക. ഓരോ സൗന്ദര്യത്തിനും അത് കാണാൻ എവിടെയോ ഒരു കണ്ണുണ്ട്. ഓരോ സത്യവും കേൾക്കാൻ എവിടെയോ ഒരു കാതുണ്ട്. അതുപോലെ ഓരോ പ്രണയത്തിനും അത് സ്വീകരിക്കാൻ എവിടെയോ ഒരു ഹൃദയം ഉണ്ട്. ഭയം താൽക്കാലികമാണ്, എന്നാൽ പക്ഷാതാപം എന്നും നിലനിൽക്കും. അതുകൊണ്ട് മടിച്ചു നിൽക്കാതെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കൂ. സ്ത്രീകൾ പൊതുവെ പ്രായം കൂടിയ പുരുഷന്മാരെയാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം അവർ കൂടുതൽ പക്വതയുള്ളതായിട്ടും കാര്യബോധമുള്ളതായിട്ടും അവർ കരുതുന്നു.
ഒരു കാര്യം മറക്കാതിരിക്കുക. നിങ്ങളോടൊപ്പം മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്നവർ നിങ്ങളെപ്പറ്റിയുള്ള കുറവുകളും നിങ്ങളുടെ അസാന്നിധ്യത്തിൽ പറയും. മനോഹരമായ ഒരു ശബ്ദം പാമ്പിനെ അതിന്റെ മാളത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു. മറ്റുള്ളവർ എത്ര മോശമായി നിങ്ങളോട് പെരുമാറിയാലും നിങ്ങൾ തരം താഴരുത്. ശാന്തത പാലിക്കുക. ശക്തനായി നിലകൊള്ളുക. വിജയിക്കാനുള്ള നിങ്ങളുടെ സ്വന്തം ആഗ്രഹം മറ്റേതൊരു കാര്യത്തേക്കാളും പ്രധാനമാണ് എന്ന് നീ എപ്പോഴും ഓർക്കുക.